നമസ്കാരം. പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നതിനെ ചൊല്ലി തർക്കം. ഗർഭിണി ഉൾപ്പെടെ 2 പേർക്ക് വെട്ടേറ്റു. ഒരാൾ പോലീസ് പിടിയിലായി. അരണക്കൽ ഹില്ലാഷ് എസ്റ്റേറ്റിൽ കവിത, ഭർത്താവ് ചിന്നപ്പൻ എന്നിവർക്കാണ് വെട്ടേറ്റത്. സാരമായി പരിക്കേറ്റ് ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കവിത ഗർഭിണിയാണ്. സംഭവത്തിൽ എസ്റ്റേറ്റ് ലയത്തിൽ ഗുരു ചാർലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാവിലെ പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കാനെത്തിയ കവിതയെ തൊട്ടടുത്ത ലയത്തിൽ താമസിച്ചിരുന്ന ഗുരു ചാർലി അസഭ്യം വിളിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. ഭാര്യയെ അസഭ്യം വിളിച്ചത് ചോദ്യം ചെയ്യാനെത്തിയ ചിന്നപ്പനും ഗുരു ചാർലിയും തമ്മിൽ വാക്കേറ്റവും അടിപിടിയും ഉണ്ടായി. ഇതിനിടെ വീട്ടിനുള്ളിൽ നിന്നും കത്തിയെടുത്ത ചാർലി കവിതയെയും ചിന്നപ്പനെയും വെട്ടുകയായിരുന്നെന്ന് അയൽവാസികൾ പറഞ്ഞു. കോട്ടയത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു സംഭവം കറുകച്ചാലിൽ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിലായി എന്നതാണ്. മാവേലിക്കര സ്വദേശി മാത്യു കെ ഫിലിപ്പാണ് പിടിയിലായത്. വീട്ടമ്മയ്ക്ക് ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും പരിചയത്തിലാകുന്നത്. അതിനിടെ സ്ത്രീയുടെ പേരിലുള്ള വീടും സ്ഥലവും മാത്യു തന്റെ പേരിലേക്ക് എഴുതി വാങ്ങിയിരുന്നു. ഇത് തിരികെ നൽകാതെ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തുകയും പലതവണ പീഡിപ്പിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ബാങ്കിൽ നിന്നും ലോൺ ലഭിക്കുന്നതിന് വീട്ടമ്മയുടെ പേരിലുള്ള സ്ഥലവും വീടും തന്റെ പേരിലേക്ക് മാറ്റണമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മാത്യു സ്വത്തുക്കൾ തട്ടിയെടുക്കുകയായിരുന്നു. വീടും സ്ഥലവും എഴുതി വാങ്ങിയതിനു ശേഷം ഇത് തിരികെ നൽകാതെ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തി പല തവണകളിലായി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. വീട്ടമ്മയുടെ പരാതിയെ തുടർന്ന് കറുകച്ചാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. അന്വേഷണത്തിൽ പ്രതി വീട്ടമ്മയെ കബളിപ്പിച്ച് സ്വത്ത് തട്ടിയെടുത്തതായും പീഡിപ്പിച്ചതായും പോലീസ് കണ്ടെത്തി. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.